ഗൈസ് ഡെയിലി എന്റെ അമ്മയുടെ പരാതിയാണ് നീ ക്രാഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞതൊന്നും പുറത്ത് കാണില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് അമ്മയുടെ പരാതി തീർത്തു കൊടുക്കാം. പുറത്ത് കാണുന്ന രീതിക്ക് നമുക്കൊരു കിടക്കാത്ത സാധനം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 3 കാർഡ്ബോർഡ് പീസ് വേണം. എന്നിട്ട് അതിന്റെ സൈഡെല്ലാം നല്ലതുപോലെ മാസ്കിന്റെ പൂച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 3 കാർഡ്ബോർഡ് പീസ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രീൻ യെല്ലോ ബ്ലൂ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് സൈഡിലോട്ടൊന്ന് മാറ്റിയേക്കാം. നല്ലതുപോലെ ഡ്രൈ ആവണം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലത്തെ 3 ബോട്ടിൽസ് എടുക്കാം. ഞാനിവിടെ പെയിന്റ് തീർന്ന ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതിലും കൂടി ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്യൂട്ടാവാനായിട്ട് ഇതുപോലെ ഡിസൈനും ബോയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ പിസ്തയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. പിസ്തയുടെ തോടിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് സെന്ററിലായിട്ട് ഇതുപോലെ ഒരു കമ്പി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മുട്ട് പോലെ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ ഓരോ പിസ്ത തോടും കൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്ലവർ പോലെ സെറ്റ് ആയി കിട്ടി. ഇതിന് നമുക്കൊന്ന് പെയിന്റ് കൂടി ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലവർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഫ്ലവർ മാത്രം പോലുള്ള നമുക്ക് ലീഫും കൂടി ഉണ്ടാക്കിയെടുക്കണം. ലീഫ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മാസ്കിൻ ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാസ്കിൻ ടേപ്പ് ലീഫ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച 2 ബോട്ടിൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി സെന്ററിൽ വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോട്ടിൽ ഇതുപോലെ ഗ്ലേ വെച്ച് കൊടുത്തു. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്ലവേഴ്സും ലീവ്സും എല്ലാം വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ 3 ബോട്ടിൽസ് ഞാൻ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ എടുത്ത് വെച്ച കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നതെല്ലാം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ വാളൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങൾ. അതെ നമ്മുടെ ഒരു വാൾ ഡെക്കോറാണ് ഇത്രയും സമയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഞാനിത് വീണ്ടും മുന്നിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ഒന്നും വെളിയിൽ കാണാനില്ലെന്ന് പറയുന്ന അമ്മയുടെ പരാതി എങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.